എനിക്കും ആദിലിനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒക്കെ ഒരു പുതിയ അനുഭവമാണ്. കാര്യം മലയാളികൾക്ക് ഇങ്ങനെ ഒരു മദർഷിപ്പ് നമ്മുടെ നാട്ടിലടുത്ത അനുഭവം ഇല്ലല്ലോ. അതുകൊണ്ട് ഈ മദർഷിപ്പിനെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ശരിക്കും ആനയൊക്കെ തളയ്ക്കുന്ന പോലെ ഒരു തളപ്പാണ്. അതിനെ തളയ്ക്കുന്നത് നോക്കൂ. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, റിപ്പോർട്ടറിൻ്റെ വീഡിയോ ജേർണലിസ്റ്റ് പകർത്തുന്ന മനോഹരമായ ഏറ്റവും ക്ലാരിറ്റിയുള്ള ദൃശ്യങ്ങളിലാണ് HD സാങ്കേതിക വിദ്യയുടെ ക്യാമറയിലൂടെ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആ ക്ലാരിറ്റി ഇപ്പോൾ ബർത്തിൽ ഈ തുറമുഖത്തു നിന്ന് ഒരുപാട് അകലെയാണ് ഇത് കിടക്കുന്നതെങ്കിലും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ 3 ടഗ് ബോട്ടുകൾ പ്രേക്ഷകർക്ക് ഈ സൈഡിൽ കാണാം. അപ്പുറത്തൊരു ടഗ് ബോട്ടും കൂടിയുണ്ട്. ഇപ്പോൾ ഈ ടഗ് ബോട്ട് ഒരെണ്ണം കൂടി ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ശേഷിയുള്ള എഞ്ചിനുകൾ ഘടിപ്പിച്ചിരിക്കുന്ന ടഗ് ബോട്ടുകളാണ് ഇനി ഈ മദർഷിപ്പിനെ നിയന്ത്രിക്കുക. ഇനി മദർഷിപ്പിൻ്റെ എഞ്ചിൻ പ്രവർത്തിച്ച് മുന്നോട്ടോ ബ്രേക്കിങ്ങോ അതിൽ ചെയ്യുക സാധ്യമല്ല. കാര്യം തീരത്തേക്ക് അടുത്ത് കഴിഞ്ഞാൽ പിന്നീട് മദർഷിപ്പുകളെ കൊണ്ടുപോകുന്നത് ഈ ടഗ് വെസലുകളായിരിക്കും. ഈ ടഗ് വെസലുകൾ തന്നെയാണ് അവയുടെ ആക്സിലേറ്റർ ആയിട്ടും ഈ ടഗ് വെസൽ തന്നെയാണ് അതിൻ്റെ ബ്രേക്കായിട്ടും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മദർഷിപ്പ് നിർത്തണമെങ്കിലും മദർഷിപ്പിനെ മുന്നോട്ട് അങ്ങോട്ടൊക്കെ ഇളക്കി മാറ്റണമെന്നുണ്ടെങ്കിലും ഈ ടഗ് വെസലുകളാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള 4 ടഗ് വെസലുകളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഈ സൈഡിൽ ഇപ്പോൾ 2 ടഗ് വെസലുകളുണ്ട്. ഏറ്റവും പിന്നിൽ 2 ടഗ് വെസലുകളുണ്ട്. ഇനി ഈ ടഗ് വെസലുകൾ വലിയ വടം വഴി ഈ മദർഷിപ്പിനെ വലിച്ചുകൊണ്ട് ഈ ബർത്തിലേക്ക് വരും. അതാണ് ബർത്തിങ് നടക്കുക. ബർത്തിൽ എത്തിക്കഴിഞ്ഞാൽ മൂറിങ് എന്ന് പറയുന്നതാണ് അടുത്ത ഘട്ടം. അത് വലിയ വടങ്ങൾ ഉപയോഗിച്ച് ഈ മദർഷിപ്പിനെ ഈ ബർത്തുമായിട്ട് യോജിപ്പിക്കുന്നതാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. എന്തായാലും ഇതൊക്കെ വല്ലപ്പോഴും മാത്രം നമുക്ക് കിട്ടുന്നൊരു കാഴ്ചയാണ്. ഇതൊരു ആദ്യ അനുഭവമാണ്. പ്രത്യേകിച്ച് കടൽ യാത്രയൊക്കെ താല്പര്യമുള്ള പ്രേക്ഷകർ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് വലിയ കപ്പലുകൾ യാത്ര പുറപ്പെടുന്നതും തീരത്തേക്ക് അടുപ്പിക്കുന്നതുമൊക്കെ. ഇതിനകത്തുള്ള 9,000-ഓളം 20 TEU വലിപ്പമുള്ള കണ്ടെയ്നറുകളാണ് കേട്ടോ ഇപ്പോൾ പ്രേക്ഷകർ ഈ കാണുന്നത്. ഇതെല്ലാം ഇവിടെ ഇറക്കുന്നതല്ല. 1960 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തേക്ക് ഇറക്കും. ബാക്കി കണ്ടെയ്നറുകളുമായിട്ട് ഇത് യാത്ര പുറപ്പെടും. ചൈനയിലെ ഷിയാമൻ തുറമുഖത്തു നിന്നാണ് ഇത് യാത്ര പുറപ്പെട്ടത്. കൊളംബോയിലെത്തി കുറച്ച് കണ്ടെയ്നറുകൾ അവിടെ ഇറക്കി. ഇനി ഇറക്കുന്നത് കേരളത്തിലായിരിക്കും, ഇവിടെ വിഴിഞ്ഞത്താണ്. അതിനുശേഷം വീണ്ടും യൂറോപ്പിലേക്ക് അത് പുറപ്പെടും. അപ്പോൾ ഈ യാത്ര വാട്ടർ സല്യൂട്ടാണോ നടക്കുന്നത്? നിലവിൽ അവിടെ കാണുന്നത് സല്യൂട്ടാണോ പുകയാണോ? നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിയാൽ നന്നായിരിക്കും. അതിൽ വാട്ടർ സല്യൂട്ടാണോ നടക്കുന്നത്? വാട്ടർ സല്യൂട്ട് ആണ് എന്നാണ് നമ്മളും കരുതുന്നത്. പക്ഷേ ദൃശ്യങ്ങൾ അത്ര വ്യക്തമല്ല, വളരെ ദൂരെയാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒന്നുകൂടി കൃത്യത വരുത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും ഒരു കപ്പലെത്തുമ്പോൾ വാട്ടർ സല്യൂട്ട് നൽകുക പതിവാണ്. നേരത്തെ ഔദ്യോഗിക സ്വീകരണ ചടങ്ങിന് മുൻപ് തന്നെ കപ്പൽ ആദ്യമായി എത്തുകയാണ്. അതിൻ്റെ ഒരു വാട്ടർ സല്യൂട്ട് എന്ന രൂപത്തിലുള്ള ഒരു പ്രക്രിയ സ്വാഭാവികമായും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നത് കൃത്യമാണ്. നേരത്തെ ഷെൻഹുവ 15 എന്ന കപ്പൽ എത്തുമ്പോൾ ഇതിന് സമാനമായി വാട്ടർ സല്യൂട്ട് നൽകിയിരുന്നു. ഏതായാലും ഒരു കപ്പലെത്തുന്നു, അതിൻ്റെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾക്ക് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഈ ടഗ് വെസലിൽ വാട്ടർ സല്യൂട്ടാണ് നൽകുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, വെള്ളമാണ്. നമ്മൾ നേരത്തെ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പുകപടലം പോലെയാണ് അത് കണ്ടതെങ്കിൽ അത് വാട്ടർ സല്യൂട്ടാണ്. വാട്ടർ സല്യൂട്ട് നൽകി നമ്മൾ കപ്പലിനെ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ അഭിമാനമുള്ളൊരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിൻ്റെ വികസന കുതിപ്പിന് തുടിപ്പേകുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര നാവിക ഭൂപടത്തിൽ ഒരു പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലായി മാറാൻ പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ ചൈനയിലെ ഷിയാമൻ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട് കൊളംബോ വഴി വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തി നമ്മൾ വാട്ടർ സല്യൂട്ട് കൊടുത്ത് ആദരവോടെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നു. ഇതിലുള്ള തൊഴിലാളികളിൽ ഒരാൾ മലയാളിയാണ്, പ്രജീഷ് എന്ന് പറയുന്നൊരു മലയാളിയുണ്ട്. 5 ഇന്ത്യക്കാരും ഈ കപ്പലിൽ പണിയെടുക്കുന്നുണ്ട്. മലയാളിക്കും നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള നിമിഷമാണ്. നേരത്തെ മിനിസ്റ്റർ വാസവൻ പറഞ്ഞത് ഇതിൻ്റെ കപ്പൽ ക്യാപ്റ്റനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇന്നുണ്ടാവും എന്നാണ്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ പ്രധാനമായിട്ടും തുറമുഖത്ത് നടക്കാൻ സാധ്യതയുള്ളത് ഈ കപ്പൽ ബർത്തിലേക്ക് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അടുപ്പിച്ച് മൂറിംഗ് വഴി ബന്ധിപ്പിച്ചതിന് ശേഷം ഈ ക്യാപ്റ്റനും ജീവനക്കാരും ഒക്കെ ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അവർക്ക് ഈ വിസ പ്രോസസ്സിംഗ് ഒക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കിട്ടേണ്ടതുണ്ട് ഉദ്യോഗസ്ഥർക്ക്. ആ പ്രോസസ്സ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥരെ സർക്കാർ സ്വീകരിക്കും. മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരിക്കും സ്വീകരിക്കുക. പ്രത്യേകിച്ച് ക്യാപ്റ്റന് സ്വീകരണമൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? അതിൽ ഉറപ്പായും ക്യാപ്റ്റനും അംഗങ്ങൾക്കും സ്വീകരണമുണ്ടാകും. മന്ത്രിമാരായ VN വാസവനും സജി ചെറിയാനും വിഴിഞ്ഞത്ത് അല്പസമയത്തിനകം എത്തും. വിഴിഞ്ഞം പോർട്ടിനുള്ളിലേക്കാണ് എത്തുക. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷിയാകാൻ 2 മന്ത്രിമാരാണ്
എത്തുന്നത് എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. 9:30 മൂറിംഗ് നടക്കുമെങ്കിൽ 10 മണിയോടുകൂടി ഇതിൻ്റെ ആദ്യ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങാനാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ദൃശ്യം കാണുമ്പോഴേ നമ്മുടെ വീഡിയോ ചാനലിൽ എത്ര മനോഹരമായിട്ടാണ് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ആ ഒറ്റ ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുകയാണ് സാൻ ഫെർണാണ്ടോ. ഇനി നമ്മൾ ആ റേഞ്ചിലാണ് അത് കാണുന്നത്. കൃത്യം പ്രേക്ഷകർക്ക് കാണാം ആ കപ്പലിൻ്റെ വലുപ്പം എത്രയുണ്ടെന്ന് കാണാനും സാധിക്കും. ആ ടഗ് വെസൽ തന്നെ വലിയതാണ് അല്ലേ അതിൽ. അങ്ങനെയുള്ള ഒരു 10-20 ടഗ് വെസലുകൾ നിരനിന്നാൽ മാത്രമേ ഈ മദർഷിപ്പിൻ്റെ നീളം പിടിക്കാൻ പറ്റൂ. അത്രയും വലിപ്പമുള്ള മദർഷിപ്പാണ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ.